എല്ലാവർക്കും നമസ്കാരം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സെഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷൻ. ഡിഗ്രി ലെവൽ പ്രിലിംസ് പോലുള്ള പരീക്ഷകൾക്കുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫെമിലറൈസേഷനാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ ഫെമിലറൈസേഷനാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിനെ വിലയിരുത്തലാണ് ഈ സെഷൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്: മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയും. ശരിയാണോ? മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെട്ടാൽ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയും. നിർദ്ദേശക തത്വങ്ങൾ എന്താണത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് ഹനിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തേത്, ഫിനാൻഷ്യൽ എമർജൻസി എന്നത് ആർട്ടിക്കിൾ 360 പരാമർശിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ എമർജൻസി ഈസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 360 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4, നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് വഴിയാണ്. ശരിയാണോ? നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് വഴിയാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ആണോ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം 40 പ്രസിഡന്റ് പദവി. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒരാൾ കോൺടെസ്റ്റ് ചെയ്യണമെങ്കിൽ 40 വയസ്സാണ് മിനിമം ഏജ് എന്നാണ് പറയുന്നത്. 6, പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്, എന്നാൽ ഗവർണർക്കില്ല എന്നാണ് ആറാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ദ പവർ ഓഫ് പ്രൊമൾഗേഷൻ ഓഫ് ഓർഡിനൻസ് ബൈ ദി പ്രസിഡന്റ് ആൻഡ് ഗവർണറാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം ഉണ്ടെന്ന് പറയുന്നു, എന്നാൽ അതേ കാര്യം ഗവർണർക്കില്ല എന്ന് പറയുന്നു. 7, ലിത്തിയം ഈടെ കണ്ടെത്തിയത് തമിഴ്നാട്ടിലാണ്. നമുക്കറിയാം ലിത്തിയത്തിൻ്റെ വലിയ തോതിലുള്ള റിസർവ് കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ വളരെ വലിയ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ് ആ ഇൻഡസ്ട്രിക്ക്. അത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എവിടെയാണത്? ലിത്തിയം തമിഴ്നാട്ടിലാണോ? അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. 8, ഓർഡിനറി ബില്ലുകൾ രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കാം. ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാമെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. വനിത ICC T20 വേൾഡ് കപ്പ് ജയിച്ചത് ഓസ്ട്രേലിയയാണ്. ഇന്നത്തെ ന്യൂസാണ്. 27 ഫെബ്രുവരി 2023 ന്യൂസാണ്. അതുകൊണ്ട് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സാണ്. വുമൺ ICC T20 വേൾഡ് കപ്പ് വിന്നേഴ്സ് ഓർ ഓസ്ട്രേലിയ. ശരിയാണോ തെറ്റാണോ? 10, ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്ന RBI ആണ്. ഇന്നും ന്യൂസ് ഉണ്ട്. അതായത് അദാനി സ്റ്റോക്സിനെ കുറിച്ചും ഷെയർ മാർക്കറ്റിനെ കുറിച്ചും റെഗുലേഷനെ കുറിച്ചും സുപ്രീം കോടതി പാനലിനെ കുറിച്ചൊക്കെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് 10ാമത്തേതും. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഉത്തരങ്ങൾ. നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയും അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. എന്തെങ്കിലും ഹനിക്കപ്പെട്ടാൽ അപ്പം തന്നെ കോടതിയിൽ നമുക്ക് പരാതിയായിട്ട് ഉന്നയിക്കാവുന്നതാണ്. 2, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയും. പറ്റുമോ? പറ്റില്ല. BPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രൊവിഷനുള്ള കാര്യമല്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കിയില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. 3, ഫിനാൻഷ്യൽ എമർജൻസി എന്നത് ആർട്ടിക്കിൾ 360 പരാമർശിക്കുന്നതാണ്. 360 ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി പ്രതിപാദിച്ചിരിക്കുന്നത്. ശരിയാണ്. 4, നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് 1971 വഴിയാണ്. ശരിയാണ്. നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ എന്ന് പറയുന്നത് രൂപീകരിക്കപ്പെട്ടത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വഴിയല്ല, മറിച്ച് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് ഓഫ് 1971 ആണ്. ശരിയാണ്. പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കാൻ കുറഞ്ഞ പ്രായം 40. കുറഞ്ഞ പ്രായം 40 35. പിന്നെ പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് പ്രസിഡന്റിന്, എന്നാൽ ഗവർണർക്കില്ല. പ്രൊമൾഗേഷൻ ഓഫ് ഓർഡിനൻസ് 123. പ്രസിഡന്റിന് ഓർഡിനൻസ് പ്രൊമൾഗേറ്റ് ചെയ്യാനുള്ള പവറും 213 ഗവർണർക്കുള്ള പവറാണ്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഗവർണർക്കും അധികാരമുണ്ട്. 7, ലിത്തിയം ഈടെ കണ്ടെത്തിയത് തമിഴ്നാട്ടിലാണ്. അല്ല, ജമ്മു കാശ്മീരിലാണ് വൻതോതിലുള്ള ലിത്തിയം റിസർവ്സ് കണ്ടെത്തിയത്. 8, ഓർഡിനറി ബില്ലുകൾ രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കാം. മണി ബില്ലാണെങ്കിൽ ലോക്സഭയിൽ മാത്രമേ പറ്റുള്ളൂ, പക്ഷേ ഓർഡിനറി ബില്ലാണെങ്കിൽ 2 സ്ഥലത്തും പറ്റും. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 9, വനിത ICC T20 വേൾഡ് കപ്പ് ജയിച്ചത് ഓസ്ട്രേലിയ ആണ്. ശരിയാണ്. സൗത്ത് ആഫ്രിക്കയാണ് എതിരാളികൾ, അവരെയാണ് തോൽപ്പിച്ചത്. 10,
സെമി ഫൈനലിലാണ് ഇന്ത്യ ഓസ്ട്രേലിയയോട് തോറ്റുപോയത്. അതുകൊണ്ട് വനിതാ ICC T20 വേൾഡ് കപ്പ് ജയിച്ചതാരാണ്? ഓസ്ട്രേലിയ തന്നെയാണ്. ഇന്നത്തെ ന്യൂസാണ്, ശരി ഉത്തരമാണ്. ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് RBI ആണ്. തെറ്റാണ്. കാരണം ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഈയിടെ ഒരുപാട് തവണ പത്രത്തിലുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട്, അദാനിയായി ബന്ധപ്പെട്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട്, അതുപോലെ സെബി, സുപ്രീം കോടതി പാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് ഉണ്ട്. അപ്പോൾ ആരാണ് നിയന്ത്രിക്കുന്നത് ഷെയർ മാർക്കറ്റ്? സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം നിയമം വന്നത് 1992 സെബി ആക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിസ്കഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ. അപ്പോൾ ഇന്നത്തെ കട്ട് ഓഫ് എത്രയാണ് വേണ്ടത്? വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. ഇന്നത്തെ കട്ട് ഓഫ് 8 ആണ്, 8 ഔട്ട് ഓഫ് 10. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.